നിങ്ങളുടെ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ഡോക്ടറിനെ തേടി വരുന്ന ആളുകൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്? മെയിൻലി ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഓവർ വെയ്റ്റ് ആണ്. വെയ്റ്റ് ലോസിന് വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഓവർ വെയ്റ്റിൽ നിന്നാണെന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് വരുന്നുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും പലതരത്തിലുള്ള അവയർനെസ്സുകൾ, നല്ലതാണോ മോശമാണോ എന്നുള്ളതിനപ്പുറം അവയർനെസ്സുകൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ്. അപ്പോൾ അതിലൂടെ വെയ്റ്റ് ലോസ് ഇപ്പോൾ ആളുകൾക്കൊരു വലിയ ട്രെൻഡായി മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത് ഫാറ്റി ലിവറും ഗ്യാസ്ട്രിക് ഇഷ്യൂസുമാണ്. ഇക്കാര്യങ്ങൾക്കാണ് ആത്മയിൽ അല്ലെങ്കിൽ നമ്മളെ തപ്പി വരുന്നത്. നാച്ചുറോപ്പതി ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ. എവറിത്തിങ് ഈസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതുവഴി ലൈഫ് സ്റ്റൈൽ ഇഷ്യൂനെ റിവേഴ്സ് ചെയ്യുക. അത് സ്ത്രീകൾക്കുള്ള PCOD, സോറിയാസിസ്, ഫാറ്റി ലിവർ, ഈ പറഞ്ഞ ഓവർ വെയ്റ്റ്, ഇതെല്ലാം ഇപ്പോൾ PCOD ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. 100% ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. PCOD എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിക് ഓഫ് ഓവറിയാണ്. ഡയബറ്റിക് എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അല്ലേ? ഡയബറ്റിക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ. PCOD വേറൊരു പേരാണ് ഡയബറ്റിക് ഓഫ് ഓവറി. PCOD വന്നാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ഏതാണ്? അത് ഡയബറ്റിക്കിന് കൊടുക്കുന്ന മെറ്റ്ഫോർമിനാണ്. ആണോ? ശരീരം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുന്നു എന്നുള്ളതാണ് PCOD ബേസിക് റീസൺ. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ മെഡിസിൻ ഒന്നാണ്. അപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബേസിക് റീസൺ. PCOD 100% ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി 100% റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് PCOD. അതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. എന്തുകൊണ്ടാണ് PCOD ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കൂടി വരുന്നത്? നമ്മളുടെ അമ്മമാർക്കോ നമ്മളുടെ കുറച്ച് മുതിർന്ന ആളുകൾക്ക് PCOD അത്ര കോമൺ ആയിരുന്നില്ല. ഇന്ന് PCOD ഇല്ലാത്തവരെ കാണുക വളരെ ബുദ്ധിമുട്ടാണ്. ആബ്സെൻസ് ഓഫ് പീരീഡ്, ഇറഗുലർ പീരീഡ്സ്, പല രീതിയിലാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പീരീഡ്സ് ഒക്കെ വളരെ ഏർലി ആയിട്ട് കുട്ടികൾക്ക് സംഭവിക്കുന്നതും അതും ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. പീരീഡ്സ് വളരെ ഏർലി ആയിട്ട് വരുന്നു. മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ വരുന്നു. മെനപ്പോസ് 33-ാമത്തെ വയസ്സിൽ 34-ാമത്തെ വയസ്സിൽ മെനപ്പോസ് വരുന്നു. പീരീഡ്സ് നിൽക്കുന്നു. നേരത്തെ 50 വയസ്സോ 55 വയസ്സ് വരെ ഹെൽത്തി ആയിട്ട് പോയ അമ്മമാർ നമ്മുടെ അടുത്തുണ്ട് ഇല്ലേ? നമ്മുടെ അമ്മമാരൊക്കെ പോകുമ്പോൾ 45 വയസ്സാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആവറേജ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതല്ല. സോ ഏർലി പീരീഡ്സും ഏർലി മെനപ്പോസും എല്ലാം, മെനാർക്കും മെനപ്പോസും ആ ടൈമിങ്ങിലാവാത്തതൊക്കെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം. അതുകൊണ്ടല്ലേ ഇപ്പോൾ കൊച്ചിയിൽ പോയാൽ കാക്കനാടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ PCOD ഉള്ള പെൺകുട്ടികളെ കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? സ്ട്രെസ്സാണോ? അവരുടെ സ്ട്രെസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ. ഓക്കെ. രാത്രിയിൽ 3 മണിക്ക് ഉണർന്നിരിക്കുന്ന കാക്കനാടുള്ള പെൺകുട്ടികൾക്കെല്ലാം ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് പ്രോബ്ലവും വരുന്നത് അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ലൈഫ് സ്റ്റൈലുമാണ്. 100% PCOD ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്.